ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോവിഡിൻ്റെ മൂന്നാം തരംഗം ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. 2 ദിവസം മുമ്പ് കേരളത്തിൽ ഒരു ദിവസം കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികൾ 6000 ആയിരുന്നു എന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് അത് 9000-ആയി. ഇന്നലെ അത് 12000-ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തെ കണക്ക് വരുമ്പോൾ അത് 15000-ഓ 20000-ഓ ആയിട്ട് വർദ്ധിച്ചു എന്നും വരാം. കേരളത്തിൻ്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17% വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് 17 പേര് പോസിറ്റീവ് ആകുന്ന അവസ്ഥ. കേരളത്തിൽ ഓരോ ദിവസവും ഈ 12000 13000 കണക്ക് വരുന്നത് വെറും 75000 മുതൽ 78000 രോഗികളുടെ റിപ്പോർട്ടിൽ നിന്നാണ് എന്ന് ഓർക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 30-ന് മുകളിലാണ്. അതായത് ലക്ഷണമുള്ള 100 പേരെ തിരുവനന്തപുരത്ത് പരിശോധിക്കുമ്പോൾ അതിൽ 30 പേര് പോസിറ്റീവ് ആണ് എന്നതാണ് അർത്ഥം. പത്തനംതിട്ടയിൽ ഒമിക്രോണിന്റെ ഒരു ക്ലസ്റ്റർ തന്നെ ഓൾറെഡി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രീതിക്ക് വ്യാപകമായിട്ട് മൂന്നാം തരംഗം കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, വരുന്ന 1-2 ആഴ്ചകൾക്കകത്ത് കേരളത്തിൽ വ്യാപകമായ തോതിൽ വൻതോതിൽ ഒരു ഒമിക്രോണിൻ്റെ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഒരിക്കലും നമുക്ക് മുൻപത്തെ പോലെ 1-ാം തരംഗത്തിലോ 2-ാം തരംഗത്തിലോ ചെയ്തതുപോലെ ലോക്ക്ഡൗൺ ഒന്നും പോസിബിൾ അല്ല. ജനങ്ങൾക്ക് ഇനിയും വീട്ടിനകത്ത് അടച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കോവിഡിൻ്റെ 3-ാം തരംഗത്തിൻ്റെ ഒപ്പം ജീവിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ തരംഗത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ മുൻപ് കാണുന്ന കോവിഡിന്റെ ലക്ഷണങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സാധാരണ മുൻപ് കണ്ടിരുന്ന ഡെൽറ്റ വേരിയന്റിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 6 ദിവസം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒമിക്രോൺ വേരിയന്റിന് 3-ാം തരംഗത്തിൽ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറിയാൽ ശരീരത്തിൽ പെറ്റുപെരുകാനുള്ള ദിവസം എന്ന് പറയുന്നത് വെറും 2 മുതൽ 3 ദിവസം വരെ മാത്രമാണ്. അതിനു മുൻപ് തന്നെ, അതായത് നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപ് ഇത് മറ്റുള്ളവരിലേക്ക് വന്നു തുടങ്ങുന്നു. ഒമിക്രോണിന്റെ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈറസിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മൂക്കൊലിപ്പ്. നമുക്ക് സാധാരണ വരുന്ന ജലദോഷം, തൊണ്ടവേദന, തലവേദന, പനി, കുളിര്, ക്ഷീണം, തൊണ്ടയ്ക്ക് ഒരു ചെറിയ കരകരപ്പ്, ഇത് മാത്രമാണ് ഒമിക്രോണിന്റെ ലക്ഷണം. മുൻപ് കണ്ടിരുന്ന, കഴിഞ്ഞ തരംഗത്തിൽ കണ്ടിരുന്ന പോലെ മണമറിയാൻ ബുദ്ധിമുട്ട്, രുചി അറിയാൻ ബുദ്ധിമുട്ട്, രുചി ഇല്ലായ്മ പോലുള്ള ലക്ഷണങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. സാധാരണ ആൾക്കാരെ അപേക്ഷിച്ചിട്ട് മുൻപാണെങ്കിൽ ഈ രോഗം വരുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും ലക്ഷണം കാണുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒമിക്രോൺ ബാധയിൽ ഒരു 10 പേരെ വൈറസ് ബാധിച്ചാൽ അതിൽ 3-4 പേർക്ക് മാത്രമാണ് ലക്ഷണങ്ങൾ കാണുന്നത്. പക്ഷേ ഈ 10 പേരിൽ നിന്നും വൈറസ് മറ്റുള്ളവരിലേക്ക് അതിവേഗം പടർന്നുകൊണ്ടിരിക്കും. ഒമിക്രോൺ തരംഗത്തിന് മുൻപ് കണ്ടിരുന്ന കൊറോണ വൈറസിന്റെ അത്രയും മാരക ശേഷിയൊന്നുമില്ല. ഇത് 2-3 ദിവസത്തിൽ ഈ രോഗം വന്ന് ഒരു ജലദോഷം പോലെ, ചെറിയൊരു പനി പോലെയോ ഇത് വന്ന് മാറുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പേർക്ക് മാരകമാകുന്നില്ല. വളരെ ചുരുക്കം പേർക്ക്, ഒരു 1000-ൽ ഒരാൾക്കൊക്കെ മാത്രമാണ് ഈ കുറച്ചെങ്കിലും കോംപ്ലിക്കേഷൻ കാണുന്നത്. അത്രത്തോളം ലളിതമായിട്ട് ഒരു 3-4 ദിവസത്തിനകത്ത് ഈ രോഗം വന്ന് മാറും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, കാലം ചെല്ലുന്തോറും ഈ കൊറോണ വൈറസിന് വരുന്ന ജനിതക മാറ്റം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പേരിലേക്ക് പടരുക എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വൈറസിന്റെ തീവ്രതയ്ക്ക്, അതായത് രോഗമുണ്ടാക്കാനുള്ള തീവ്രതയ്ക്ക് കുറവും വന്നിട്ടുണ്ട്. ഒരിക്കലും ഈ കൊറോണ വൈറസിന് മനുഷ്യനെ കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യമില്ല. അതിന് മനുഷ്യരിൽ നിന്നും, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പരമാവധി പടരുക, അതിൻ്റെ അതിജീവന, അതായത് കൊറോണ വൈറസ് എത്രത്തോളം പെറ്റുപെരുകാൻ പറ്റുമോ അതുമാത്രമാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒമിക്രോൺ വൈറസിലേക്ക് അത് രൂപമാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവരിലും ഒരു തവണ കൊറോണ വൈറസ് വന്നവരിൽ പോലും ഇപ്പോൾ ഇത് വീണ്ടും വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക്, ഇതിൽ ഭൂരിപക്ഷം പേർക്കും ഒരു തവണ കൊറോണ വൈറസ് വന്നു മാറിയതാണ്. ഇന്നലെ ഞാൻ കണ്ട ഒരു കേസിന്റെ പ്രത്യേകത, 1.5 മാസം മുമ്പ് ഒരു തവണ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ വന്നതാണ്. അതിനുശേഷം വീണ്ടും രണ്ടാമത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണുന്നു. ഈ ഒരു രീതിക്ക് വളരെ റാപ്പിഡായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊറോണയ്ക്കെതിരെ ആന്റിബോഡി ഉണ്ടെങ്കിൽ പോലും ഈ ഒമിക്രോൺ വൈറസ് വ്യാപിക്കുകയും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലെല്ലാം ഒരുപക്ഷെ ഈ വൈറസ് ഒരു ചെറിയ ജലദോഷപ്പനി പോലെ വന്നു പോയേക്കാം. എന്നിരുന്നാൽ പോലും നമ്മുടെ വീടുകളിലുള്ള വയസ്സായവർ, വളരെയധികം രോഗങ്ങൾ ബാധിച്ചവർ, ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവയവ മാറ്റം നടന്നിട്ടുള്ളവർ, ഇവരെ ഒന്നും തന്നെ ഇത് മാരകമായി ബാധിക്കാതെ നോക്കണം. സാധാരണ മുൻപ് കൊറോണ രോഗം ബാധിച്ചതിൽ ഒരു 100 പേരിൽ 2 പേർക്കോ 3 പേർക്കോ വളരെ ഗുരുതരമാകുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒമിക്രോൺ വൈറസ് ഒരു 1000 പേരെ ബാധിക്കുമ്പോഴായിരിക്കും ഒരാൾക്ക് ഗുരുതരമാകുന്നത്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 100 പേരെ ബാധിക്കുന്നതിന് പകരം ഒരേ സമയം 1 ലക്ഷം പേരെ ബാധിച്ചാലോ
വളരെ ഗുരുതരമാകുന്ന ആൾക്കാരുടെ എണ്ണം അതനുസരിച്ച് വർദ്ധിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാം തരംഗത്തിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ പുറത്തു പോയി വരുന്ന ആരോഗ്യമുള്ളവർക്ക് ഒരുപക്ഷെ വൈറസ് പ്രോബ്ലം ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായവർക്കോ ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കോ ഇല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലെ ഇമ്മ്യൂണോ സപ്രസൻ്റ് മരുന്ന് കഴിക്കുന്നവർക്കോ ഈ ഒമിക്രോൺ രോഗം ഒരു പക്ഷേ മാരകമായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായവരെയും രോഗം ബാധിച്ചവരെയും ഈ ഒരു സമയത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, പുറത്തു പോകുന്നവർ നിർബന്ധമായിട്ടും ഡബിൾ മാസ്കിംഗ്, അത് നിങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ക്രൗഡുള്ള, അതായത് ആശുപത്രിയിൽ പോകുന്നവരോ അല്ലെങ്കിൽ കൂടുതൽ തിരക്കുള്ള ഭാഗത്തേക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും N95 മാസ്ക് ഉപയോഗിച്ചിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ ഓഫീസിൽ പോകുന്നവരാണെങ്കിലോ നിങ്ങൾ ഒരു സർജിക്കൽ മാസ്ക് ഉള്ളിൽ അണിഞ്ഞിട്ട് അതിൻ്റെ പുറമെ ഒരു തുണി മാസ്ക് അണിഞ്ഞ് ഡബിൾ മാസ്കിംഗ് സംവിധാനം കൃത്യമായിട്ട് നടപ്പാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ ഡിസ്റ്റൻസിങ്. കഴിയുന്നത്ര തിരക്കുള്ള ഇടങ്ങളിലേക്ക് പോയി കയറാതിരിക്കുക. ട്രെയിനിൻ്റെ തിരക്കുള്ള ഭാഗത്തോ ബസ്സിൽ തിരക്കുള്ള ഭാഗത്തോ ഇടിച്ചു കയറുന്ന ഒരു രീതി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സാനിറ്റൈസേഷൻ കൃത്യമായി, അതായത് സാനിറ്റൈസറുകൾ കയ്യിൽ കൃത്യമായി കരുതുക. ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും എല്ലാ ഓഫീസുകളിലും സോപ്പും വെള്ളവും കരുതിയതുപോലെ സാനിറ്റൈസറുകൾ കരുതിയതുപോലെ അടുത്ത 1.5 മാസത്തേക്ക് കോവിഡിൻ്റെ മുൻകരുതലുകൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര ലിഫ്റ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. നിങ്ങൾക്കറിയാം, ഈ ഒമിക്രോൺ വൈറസിൻ്റെ പ്രത്യേകത ഒരാളിൽ നിന്നും ഒരേ സമയം 10 പേരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ഒരു ലിഫ്റ്റിനകത്ത് ഒരു ഒമിക്രോൺ വാഹകൻ കയറിയാൽ മതി, ആ ലിഫ്റ്റിലുള്ള ബാക്കി എല്ലാവരും അത് അഫക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അടുത്ത 1.5 മാസത്തേക്ക് ലിഫ്റ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. കഴിയുന്നത്ര തിരക്കുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി സന്ദർശനങ്ങൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡോക്ടറെ കഴിയുന്നത്ര ഫോണിലൂടെ ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കുക. അടുത്ത 1.5 മാസത്തേക്ക് സ്വീകരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജലദോഷമോ പനിയോ തൊണ്ടവേദനയോ തൊണ്ടയ്ക്ക് ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര സമൂഹത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ നമുക്ക് ഈ കോവിഡിൻ്റെ RT-PCR ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ രോഗമല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത്, അതായത് മഞ്ഞ് ഒരല്പം കുറഞ്ഞു വരുന്നു, അതോടൊപ്പം പകല് നല്ല ചൂടുമുണ്ട്. ഈ ഒരു സീസണിൽ കേരളത്തിൽ എല്ലാ കാലത്തും ജലദോഷപ്പനി, മറ്റു വൈറൽ രോഗങ്ങൾ, തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ചുമ, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ വർഷവും ഈ രോഗങ്ങൾ ഒരുപക്ഷെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ വീട്ടിലുള്ളവർക്കോ ബാധിക്കപ്പെടാം. ഇത് ഒമിക്രോൺ ആണോ കോവിഡ് രോഗമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം നിങ്ങൾ ചെറുതായിട്ടെങ്കിലും രോഗമുള്ളവർ സമൂഹത്തിലേക്ക് പോകാതിരിക്കുക. രോഗം ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അടുത്ത ഒരു 1.5 മാസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒമിക്രോണിന്റെ ബാധ വളരെ മാരകമായി ബാധിക്കുന്നതിനെ ചെറുക്കാൻ സാധിക്കും. ഒരു ചെറിയ ജലദോഷപ്പനി പോലെ ഈ കോവിഡിന്റെ 3ാം തരംഗം ഈ സമൂഹത്തിൽ നിന്നും വന്നു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. രോഗം ബാധിച്ച് വീട്ടിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാട്ടുകാർ പറയുന്നതിനനുസരിച്ച് കണ്ണിൽ കാണുന്ന സാധനങ്ങളോ ഒറ്റമൂലികളോ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് സമയത്ത് വീട്ടിൽ കഴിക്കേണ്ട ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. ശുദ്ധമായ ജലം, ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുക, പ്രോട്ടീൻ ഫുഡുകൾ കൂടുതൽ കഴിക്കുക, മധുര പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, മസാലകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ശരിയായിട്ട് വിശ്രമം എടുക്കുക. പലപ്പോഴും ഈ ഒമിക്രോൺ രോഗം ബാധിക്കുന്നവർക്ക് കോവിഡ് രോഗം വരുന്നതിൻ്റെ അത്രയുമുള്ള ഉറക്കത്തിൻ്റെ തീവ്രതയോ മറ്റു ബുദ്ധിമുട്ടുകളോ വരാറില്ല. അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടൊരു 3-4 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു പോകുന്നതായിരിക്കും. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒമിക്രോൺ രോഗം ബാധിക്കുന്ന വീട്ടിലുള്ള വയസ്സായവർ, കിടപ്പിലായിട്ടുള്ള രോഗികൾ, സ്ട്രോക്ക്, ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്ത ആൾക്കാർ, ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി പോലുള്ള ചികിത്സ തേടുന്നവർ, സ്റ്റിറോയിഡ് മരുന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് വ്യത്യാസം വരുത്തുന്ന മരുന്നുകൾ ദീർഘകാലം കഴിക്കുന്നവർ ഡെഫിനറ്റ്ലി ഒമിക്രോൺ രോഗം ബാധിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ BP നോർമലായിട്ട് പോകുന്നുണ്ടോ, നിങ്ങളുടെ പൾസ് റേറ്റ് നോർമലാണോ, ഹൃദയമിടിപ്പ് നോർമലാണോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ
120 മുകളിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണണം. നിങ്ങളുടെ നിങ്ങൾ ശ്വാസം എടുത്ത് വിടുന്നത് 1 മിനിറ്റിൽ 28 മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോവിഡ് രോഗം ബാധിക്കുന്നവർ വീട്ടിൽ തന്നെ ഒരു പൾസ് ഓക്സിമീറ്റർ നോക്കിയിട്ട് നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോർമലാണ് എന്ന് ഉറപ്പുവരുത്തുക. മുൻപ് കഴിഞ്ഞ 2ാം തരംഗത്തിലെല്ലാം നമുക്ക് ഈ കോവിഡ് രോഗം ബാധിച്ചാൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഒമിക്രോൺ ബാധയിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നത് മുൻകാലത്തെ പോലെ അത്ര വ്യാപകമായിട്ടില്ല എന്നത് ഒരു ആശ്വസിക്കാവുന്ന വാർത്ത തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഓക്സിമീറ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ തീരെ കുറഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ 3ാം തരംഗത്തെയും സേഫായിട്ട് മറികടക്കാൻ സാധിക്കും. കോവിഡിന്റെ ഈ 3ാം തരംഗത്തെക്കുറിച്ചുള്ള ഒമിക്രോണിന്റെ ഈ വാർത്ത, ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം അടുത്ത ഒരു 1.5 മാസത്തിൽ കോവിഡിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. വളരെ സേഫായിട്ട് നമുക്കതിനെ മറികടക്കാൻ സാധിക്കണം. 1.5 മാസം കഴിയുമ്പോൾ ഈ കോവിഡിന്റെ 3ാം തരംഗം വളരെ പെട്ടെന്ന് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നവംബർ അവസാനത്തോടു കൂടി സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ ഈ ഒമിക്രോൺ ബാധ ഇപ്പോൾ നല്ല രീതിക്ക് സൗത്ത് ആഫ്രിക്കയിൽ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് തന്നെ, അതായത് ഡിസംബർ കഴിഞ്ഞപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്കയിൽ അത് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒമിക്രോൺ വളരെ പെട്ടെന്ന് തന്നെ കുറയും, ഈ 3ാം തരംഗം കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.